ചുണ്ടേൽ ആനപ്പാറയിൽ കടുവയിറങ്ങി. ആനപ്പാറ ഭൂസമര കേന്ദ്രത്തിലാണ് ഇന്നലെ രാത്രിയിൽ കടുവയിറങ്ങിയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് കടുവയിറങ്ങിയിരുന്നു. കടുവയെ ഉടൻ കൂടുവെച്ച് പിടികൂടണമെന്ന് പ്രദേശവാസികൾ. ഇന്നലെ അർദ്ധരാത്രിയിലാണ് ചുണ്ടേൽ ആനപ്പാറ ഭൂസമര കേന്ദ്രത്തിനോട് ചേർന്ന് കടുവയിറങ്ങിയത്. കടുവയുടെ അലർച്ച കേട്ട് പുറത്തിറങ്ങിയ പ്രദേശവാസികൾ കാട്ടുപോത്തിന് പിന്നാലെ പായുന്ന കടുവയെയാണ് കണ്ടത്. ഉടൻ തന്നെ വനം വകുപ്പിനെ വിവരമറിയിച്ചു. രാത്രിയിൽ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. പുലർച്ചെ വീണ്ടും അലർച്ച കേട്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. വേറെ ഒരു ശ്രുതി പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു. വന്ന് നോക്കുമ്പോൾ ഞങ്ങളെ വീട്ടിലെ അടുത്തുള്ള ഒരാളും വിളിച്ച് പറഞ്ഞു സുമാറിഞ്ഞിട്ട്. വന്ന് നോക്കുമ്പോൾ ഞാൻ എൻ്റെ മോനും മരുമോളും എണിച്ചിട്ട് നോക്കുമ്പോൾ ഇത് കൂടെ അങ്ങോട്ട് ഓടി. ഞങ്ങളെ വളപ്പിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് ഓടി. കടുവ തന്നെയാണെന്ന് ഉറപ്പല്ലേ? ആ, കടുവ തന്നെയാണ്. ശബ്ദം എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഒരു പുലിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ശബ്ദമാണ്. കഴിഞ്ഞ ദിവസവും പട്ടാപ്പകൽ പ്രദേശവാസികൾ കടുവയെ കണ്ടിരുന്നു. മേലൊരു വീടുണ്ട്, ആ വീട്ടുകാരാ കണ്ടത്. അന്നേരം ഓരോ ഒച്ച ഉണ്ടാക്കുമ്പോൾ ഓടിപ്പോയി നോക്കുമ്പോഴാണ് പറഞ്ഞത്. അടച്ചുറപ്പില്ലാത്ത ഷെഡുകളിലാണ് ആദിവാസി കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത്. എത്രയും വേഗം കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന പ്രദേശമാണിത്. കാട്ടാനയ്ക്ക് പിന്നാലെ കടുവ കൂടി ഇറങ്ങാൻ തുടങ്ങിയതോടെ പ്രദേശത്ത് സ്വൈര്യജീവിതം നഷ്ടമായെന്ന് പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.